എന്നാൽ ആ വള്ളിച്ചെടി വളരുന്നു. നീണ്ട ശക്തി പ്രാപിച്ച വൃക്ഷത്തിൻ്റെ നീര് വലിച്ചെടുത്ത് പൂർവാധികം ശക്തി പ്രാപിച്ച് വൃക്ഷത്തിൻ്റെ തായ്തണ്ടിനെയും ശാഖകളെയും പൊതിയുന്നു. സൂര്യപ്രകാശം ലഭിക്കാതെ വൃക്ഷം ശ്വാസം മുട്ടിച്ചാകുന്നു. ചെടി അതിലോലമായിരുന്നു പോലും, വൃക്ഷം വളരെ ശക്തിയുള്ളതും. ഇങ്ങനെ രാജാക്കന്മാരും അവരുടെ ദൗത്യവുമായുള്ള ആദ്യത്തെ ഒത്തുതീർപ്പ് നടത്തുന്നു. മനസാക്ഷിയുടെ സ്വരം കേൾക്കുമ്പോൾ തോളുകൾ ഉയർത്തി നിസ്സാരമാക്കുന്നു. കാരണം സ്തുതി കേൾക്കുന്നത് ആനന്ദദായകമാണ്. എന്നാൽ രാജാവ് ഭരണത്തിൽ നിന്ന് മാറ്റപ്പെടുമ്പോൾ, മറ്റാൾക്കാരുടെ താൽപ്പര്യങ്ങൾ രാജാവിനെ ബന്ധനസ്ഥനാക്കുമ്പോൾ, ആദ്യം ആനുകൂല്യങ്ങൾ നേടിയവർ അവൻ്റെ വായ് മൂടിക്കെട്ടി ശ്വാസം മുട്ടിക്കും. അവർ അവനേക്കാൾ ശക്തനാണെങ്കിൽ അവൻ്റെ മരണത്തിന് കാലതാമസം ഉണ്ടാകുമെന്ന് കാണുമ്പോൾ അവനെ കൊല്ലും. ആത്മീയമായി രാജാവായിരിക്കുന്ന ഒരു സാധാരണക്കാരനും അഹങ്കാരവും മോഹവും കൊണ്ട് കുറെ കൂടി താണനിലയിലുള്ള രാജ്യത്വം സ്വീകരിച്ചാൽ ഇതുപോലെ നശിക്കും. ദൈവവുമായുള്ള ഐക്യത്തിൽ നിന്ന് ലഭിച്ച പ്രശാന്തത അവന് നഷ്ടപ്പെടുന്നു. കാരണം പിശാച്, ലോകം, മാംസം എന്നിവ ഒരുതരം മായാശക്തിയും സന്തോഷവും പ്രദാനം ചെയ്യും. എന്നാൽ ദൈവവുമായുള്ള ഐക്യത്തിൽ നിന്നുമുളവാകുന്ന ആത്മീയ ആനന്ദം നഷ്ടപ്പെടും. ഓ, അരൂപിയിൽ ദരിദ്രരായിട്ടുള്ളവരുടെ ആനന്ദവും ശക്തിയുമോ മനുഷ്യർ പറയുന്നത് നിങ്ങൾക്ക് വളരെ യോജിച്ചതാണ്. നിങ്ങളതിന് അർഹരാണ്. നിങ്ങളുമായുള്ള കൂട്ടുകെട്ടിൽ എൻ്റെ ആന്തരിക ശക്തിയും സന്തോഷവും സ്വർഗവും അവിടുത്തെ യഥാർത്ഥ രാജ്യത്വവും നഷ്ടപ്പെടുകയാണെങ്കിൽ എനിക്കെങ്ങനെ എൻ്റെ അധമാംശത്തിൽ ഒരു രാജ്യത്വം സ്വീകരിക്കുവാൻ കഴിയും? സ്വർഗരാജ്യം കരസ്ഥമാക്കുക മാത്രം ലക്ഷ്യം വയ്ക്കുകയും ആ രാജ്യത്തിന് ചേരാത്തതെല്ലാം ഉപേക്ഷിക്കുകയും ചെയ്യുന്ന അരൂപിയിൽ ദരിദ്രരായ ഭാഗ്യവാന്മാർക്ക് പറയുവാൻ കഴിയും. മൃഗീയതയുടെ ശുഷ്കമായ മരുഭൂമിയിൽ വസിക്കുന്ന സഹോദരങ്ങൾക്കായി പാനീയം നൽകുകയാണ് ഞങ്ങൾക്കുള്ള ദൗത്യം. വളർത്തമ്മയില്ലാത്തൊരു ശിശുവിന് ജീവദായകമായ പാനീയങ്ങൾ നൽകി ജീവൻ നൽകേണ്ടത് ആവശ്യമായതുപോലെ ഞങ്ങൾ പാകമായ പഴച്ചാറുകൾ ദാഹാർത്തരായ ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് നൽകുന്നു. ആ ദൗത്യം നിർവഹിക്കാതിരിക്കാൻ ഞങ്ങൾക്കെങ്ങനെ കഴിയും? ദൈവത്തിൻ്റെ മാറ് നഷ്ടപ്പെട്ട് അലഞ്ഞു നടക്കുകയും ഇരുളടഞ്ഞ സംശയങ്ങളാൽ പീഡിതരാകുകയും ചെയ്യുന്ന മനുഷ്യവർഗത്തിൻ്റെ ധാത്രികളാണ് ഞങ്ങൾ. എല്ലാ ഭൗമിക ബന്ധനങ്ങളിൽ നിന്നും സ്വതന്ത്രരായി ജീവിക്കുന്ന ഞങ്ങളെ അവർ കാണുന്നില്ലെങ്കിൽ ഒരു ജീവിതവും ഒരു സന്തോഷവും ഒരു സ്വാതന്ത്ര്യവും ഒരു സമാധാനവും ഉണ്ടെന്ന് ആരവരെ ബോധ്യപ്പെടുത്തും? ദുരിതപൂർണമായ ഒരു താല്പര്യത്തിനായി അതുപോലുള്ള സ്നേഹം നഷ്ടപ്പെടുത്താൻ ഞങ്ങൾക്ക് സാധിക്കുകയില്ല. വൃക്ഷങ്ങൾ അടുത്തതായി മുൾപടർപ്പിനെ സമീപിച്ചു. അത് അവരുടെ അപേക്ഷ തിരസ്കരിച്ചില്ല. എന്നാൽ കഠിനമായ ചില വ്യവസ്ഥകൾ ഉന്നയിച്ചു. നിങ്ങൾക്ക് എന്നെ രാജാവായി ലഭിക്കണമെങ്കിൽ എല്ലാവരും എനിക്ക് കീഴ്പ്പെട്ടിരിക്കണം. എന്നാൽ എന്നെ തിരഞ്ഞെടുത്ത ശേഷം നിങ്ങൾ സഹകരിക്കുന്നില്ലെങ്കിൽ എൻ്റെ ഓരോ മുള്ളും നിങ്ങളെ എരിയിക്കുന്ന പീഡനമാകും. ലെബനിലെ ദേവദാരുക്കൾ ഉൾപ്പെടെ എല്ലാം ഞാൻ വിഴുങ്ങും. യഥാർത്ഥ രാജ്യത്വമെന്ന് കരുതി ലോകം സ്വീകരിക്കുന്ന ഭരണം ഇത്തരത്തിലുള്ളതാണ്. ധാർഷ്ട്യവും ക്രൂരതയുമാണ് രാജ്യത്വമെന്ന് ദുഷിച്ച ജനം കരുതുന്നു. ശാന്തതയും നന്മയും ബലഹീനതയാണെന്നും വിഡിത്തമാണെന്നും ജനം കരുതുന്നു. മനുഷ്യർ ദൈവത്തിന് വിധേയപ്പെടുകയല്ല, എന്നാൽ തിന്മക്ക് വഴങ്ങിക്കൊടുക്കും. തിന്മയാൽ അവൻ പ്രലോഭിക്കപ്പെടുന്നു, അതിന് വഴിപ്പെടുന്നത് വഴി അഗ്നിക്കിരയാവുകയും ചെയ്യുന്നു. ഇതാണ് അബിമേലെക്കിൻ്റെ കഥ. ഇനി ഞാൻ നിങ്ങളോട് വേറൊരു കഥ പറയാം. അത് കഴിഞ്ഞു പോയതും വിദൂരമായ സംഭവങ്ങളെക്കുറിച്ചുള്ളതുമല്ല, ഇപ്പോഴുള്ളതും വളരെ സമീപമുള്ളതുമായ കാര്യങ്ങളെക്കുറിച്ചുള്ളതാണ്. മൃഗങ്ങൾ തങ്ങൾക്കായി ഒരു രാജാവിനെ തിരഞ്ഞെടുക്കുവാൻ നിശ്ചയിച്ചു. നല്ല കൗശല്യമുള്ളവരായിരുന്നതുകൊണ്ട് ശക്തിയും കാടത്തവും അവരെ ഭയപ്പെടുത്താത്ത ഒന്നിനെ മതിയെന്ന് കരുതി. അതുകൊണ്ട് അവർ സിംഹത്തെയും പുലികളെയും പൂച്ചവർഗത്തിൽപ്പെട്ട എല്ലാറ്റിനെയും തള്ളിക്കളഞ്ഞു. കഴുകന്മാരായ ഇരപിടിക്കുന്ന പക്ഷികളെയും വേണ്ടെന്ന് വെച്ചു. കുതിരയെ അവർ വിശ്വസിച്ചില്ല, കാരണം
അതിൻ്റെ വേഗത കൊണ്ട് അവരുടെ അടുത്ത് പെട്ടെന്ന് ചെല്ലുകയും അവർ ചെയ്യുന്നത് എന്താണെന്ന് കണ്ടുപിടിക്കുകയും ചെയ്യും. ശക്തിയുള്ള കാലുകളും ക്ഷമയുള്ള കഴുതകളെയും വിശ്വസിച്ചില്ല. ഒരു കുരങ്ങിനെ രാജാവാക്കാൻ അവർ ഭയപ്പെട്ടു. കാരണം കുരങ്ങ് ബുദ്ധിയുള്ളതും പ്രതികാരം ചെയ്യുന്നതുമാണ്. മനുഷ്യനെ വഴിതെറ്റിക്കാൻ സാത്താനോട് അനുകൂലിച്ചെന്ന കാരണത്താൽ പാമ്പിനെ വേണ്ടെന്ന് വെച്ചു. നല്ല നിറവും ചലനങ്ങളിൽ നല്ല സാമർഥ്യവും ഉണ്ടായിരുന്നിട്ടും അതിനെ വേണ്ടെന്ന് വെച്ചതിൻ്റെ യഥാർത്ഥ കാരണം അവർക്കതിനെ ഭയമായിരുന്നു എന്നുള്ളതാണ്. അതിൻ്റെ നിശബ്ദമായ നടത്തവും ശക്തിയുള്ള മാംസപേശികളും അതിൻ്റെ ഭയാനകമായ വിഷത്തിൻ്റെ ഫലങ്ങളെക്കുറിച്ചും അവർക്കറിയാമായിരുന്നു. ഒരു കാളക്കൂറ്റിനെയോ കൂർത്ത കൊമ്പുള്ള ഏതെങ്കിലും ഒരു മൃഗത്തെയോ അവരുടെ രാജാവാക്കാൻ സാധ്യതയുണ്ടോ? ഒരിക്കലുമില്ല. അവർ പറഞ്ഞു, പിശാചിന് കൊമ്പുണ്ട്. ഒരിക്കൽ നമ്മൾ എതിർത്താൽ അതിൻ്റെ കൊമ്പുകൊണ്ട് നമ്മെ തൂത്തെറിയും. വളരെയധികം തള്ളിക്കളയിന് ശേഷം കൊഴുത്തു വെളുത്ത ഒരാട്ടിൻകുട്ടിയെ കണ്ടു. അതൊരു പച്ച പുൽത്തകിടിയിൽ തുള്ളിച്ചാടി കളിക്കുന്നു. ഇടയ്ക്ക് തള്ളയുടെ പാൽ നിറഞ്ഞ് വീർത്തിരിക്കുന്ന അകിടിന് തല കൊണ്ട് ഇടിയും. അതിന് കൊമ്പുകളില്ലായിരുന്നു. അതിൻ്റെ കണ്ണുകൾ ഏപ്രിൽ മാസത്തിലെ ആകാശം പോലെ ശാന്തം. അവൻ നല്ല വഴക്കവും തഴക്കവുമുള്ള പ്രകൃതക്കാരൻ. എല്ലാത്തിനും അവൻ സംതൃപ്തൻ. അവൻ്റെ നാവിനും നയനങ്ങൾക്കും ആനന്ദമായിരുന്നു. ചെറുപുഷ്പങ്ങളിൽ സംതൃപ്തി. വയറു നിറഞ്ഞു കഴിയുമ്പോൾ വിശ്രമിക്കാൻ കിടക്കുന്ന തടിച്ച പുല്ലിനോട് തൃപ്തി. ആട്ടിൻപറ്റങ്ങളെ പോലെ ആകാശത്തിൽ ഒഴുകി നടക്കുന്ന മേഘങ്ങളിൽ സംതൃപ്തി. അവർ ആകാശത്തിൽ ഓടി നടക്കുന്നത് പോലെ ഭൂമിയിലെ വയലുകളിൽ ഓടിക്കളിക്കാൻ അവനെ ക്ഷണിക്കുന്നതിൽ ആനന്ദം. എല്ലാറ്റിനും ഉപരിയായി അവൻ്റെ അമ്മയുടെ തലോടലുകളിൽ സംതൃപ്തി. അവൾ ഇപ്പോഴും ഇടയ്ക്കിടെ പാൽ കുടിക്കുവാൻ അനുവദിക്കുകയും അവൻ പാൽ കുടിക്കുന്ന സമയത്ത് അവൻ്റെ വെളുത്ത രോമത്തിൽ അവളുടെ റോസ് നിറമുള്ള നാവ് കൊണ്ട് നക്കുകയും ചെയ്യുമ്പോൾ സംതൃപ്തി. കാറ്റിൽ നിന്നും സംരക്ഷണം കൊടുക്കുന്ന ഭദ്രമായ ആല, അതിലെ മൃദുവായ വൈക്കോൽ കിടക്ക, അമ്മയുടെ അടുത്ത് ചേർന്ന് കിടന്നുള്ള ഉറക്കം, ഇവയെല്ലാം അവന് തൃപ്തിയായിരുന്നു. എല്ലാറ്റിനോടും സംതൃപ്തൻ. അവന് ആയുധമില്ല, വിഷമില്ല, അവൻ നിഷ്കളങ്കനാണ്. നമുക്കവനെ നമ്മുടെ രാജാവാക്കാം. അവർ അപ്രകാരം ചെയ്തു. അവർക്കവനെപ്പറ്റി അഭിമാനമായിരുന്നു. കാരണം അവൻ സുന്ദരനും കാരുണ്യവാനുമായിരുന്നു. അവൻ്റെ ക്ഷമയും ശാന്തതയും നിമിത്തം അവനെ സമീപിച്ച എല്ലാവരാലും പ്രജകളാലും ആദരിക്കപ്പെട്ടു. ദിവസങ്ങൾ കടന്നുപോയി. അവൻ ആട്ടുകൊറ്റനായി തീർന്നു. അവൻ പറഞ്ഞു, ഞാൻ യഥാർത്ഥത്തിൽ ഭരിക്കേണ്ട സമയമായി. അപ്പോൾ എൻ്റെ ദൗത്യത്തെപ്പറ്റി എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. എന്നെ രാജാവായി തിരഞ്ഞെടുക്കുവാൻ തിരുമനസ്സായ ദൈവം തൻ്റെ ദൗത്യ നിർവഹണത്തിനായി എന്നെ തൃപ്തിപ്പെടുത്തി. ഭരിക്കുവാനുള്ള കഴിവും ആ കഴിവ് അതിൻ്റെ പൂർണ്ണതയിൽ പ്രയോഗിക്കുവാനുള്ളതാണ്. ദൈവത്തിൻ്റെ ദാനങ്ങൾ ഞാൻ അവഗണിക്കരുതല്ലോ. അവൻ്റെ പ്രജകൾ മിതത്വത്തിനും അനുസരണയ്ക്കും ബഹുമാനത്തിനും വിവേകത്തിനും വിശ്വസ്തത, ധാർമ്മികത, കരുണ, സ്നേഹം എന്നിവയ്ക്കുമെതിരെ പ്രവർത്തിക്കുന്നു എന്ന് കണ്ടപ്പോൾ അവർക്ക് ശാസന നൽകാൻ അവൻ ശബ്ദമുയർത്തി. അവൻ്റെ കാരുണ്യത്തോടെയുള്ള ജ്ഞാനോപദേശങ്ങൾ നൽകുന്ന ശബ്ദം കേട്ട് അവർ പരിഹസിച്ചു. അവൻ്റെ കരച്ചിൽ വന്യമൃഗങ്ങളുടെ അലർച്ച പോലെയോ പാമ്പിൻ്റെ ശീൽക്കാരം പോലെയോ ഭയാനകതയുടെ ക്രൂരത പോലെയോ അവരെ ഭയപ്പെടുത്തിയില്ല. ഇപ്പോൾ വളർന്ന് ആട്ടുകൊറ്റനായിരിക്കുന്ന ആട്ടിൻകുട്ടി കരച്ചിൽ കൊണ്ട് കാര്യം അവസാനിപ്പിച്ചില്ല. കൂട്ടുകാരെ അവരവരുടെ ചുമതല നിർവഹണത്തിലേക്ക് ആനയിക്കാൻ അവൻ അവരുടെ പക്കലേക്ക് ഇറങ്ങി. എന്നാൽ പാമ്പ് അവൻ്റെ കാലുകൾക്കിടയിലൂടെ ഇഴഞ്ഞ് മാറിക്കളഞ്ഞു. കഴുകൻ അവനെ പരിത്യജിച്ച് പറന്നകന്നു. വന്യമൃഗങ്ങൾ അവനെ തള്ളി മാറ്റിക്കൊണ്ട് പറഞ്ഞു, ഇപ്പോൾ ഞങ്ങളുടെ മാർദ്ദവമുള്ള കൈകൾ കൊണ്ട് നിന്നെ തള്ളി മാറ്റുന്നതേയുള്ളൂ. എന്നാൽ അതിനുള്ളിൽ എന്താണെന്നറിയാമോ? കൂർത്തുമൂത്ത നഖങ്ങൾ. കുതിരകളും വേഗത്തിൽ ഓടാൻ കഴിയുന്ന മറ്റു മൃഗങ്ങളും അവൻ്റെ ചുറ്റും ഓടി നടന്ന് അവനെ പരിഹസിച്ചു. ആനകളും അതുപോലെ തോൾക്കട്ടിയുള്ള മറ്റു മൃഗങ്ങളും അവരുടെ തുമ്പിക്കൈ കൊണ്ട് അവനെ ഉന്തിമാറ്റി. അതേസമയം കുരങ്ങന്മാർ വൃക്ഷങ്ങളിലിരുന്നു കൊണ്ട് അവനെ എറിഞ്ഞു.
ആട്ടുകൊറ്റനായ കുഞ്ഞാട് ദേഷ്യത്തോടെ പറഞ്ഞു, എനിക്ക് എൻ്റെ കൊമ്പുകളും ശക്തിയും ഉപയോഗിക്കണമെന്ന ആഗ്രഹമില്ല. കാരണം അതൊരു മാതൃകയായി സ്വീകരിക്കപ്പെടും. സ്നേഹവും പ്രേരണയുമാണ് ഇഷ്ടപ്പെടുന്ന മാർഗങ്ങൾ. നിങ്ങൾ ഇങ്ങനെയുള്ള ആയുധങ്ങൾക്ക് കീഴ്പ്പെടാത്തതിനാൽ ഞാൻ എൻ്റെ ശക്തി ഉപയോഗിക്കും. എന്നോടും ദൈവത്തോടുമുള്ള എൻ്റെ കടമകളോടുമുള്ള വിശ്വസ്തത നഷ്ടപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഈ സ്ഥാനത്തേക്ക് എന്നെ തിരഞ്ഞെടുത്തത് ഉയർത്തിയത് നിങ്ങളും ദൈവവും കൂടെയാണ്. ഇത് നിങ്ങളെ നീതിയിലേക്കും നന്മയിലേക്കും നയിക്കാനായിരുന്നു. അവിടെ നീതിയും നന്മയും, അതായത് ശരിയായ ക്രമം പാലിക്കപ്പെടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അവൻ കൊമ്പ് അല്പമായി ഒന്ന് ഉപയോഗിച്ചു. അയൽക്കാരെ സദാസമയം ശല്യപ്പെടുത്തിയിരുന്ന ഒരു കില്ലപ്പട്ടിയെ ഓടിച്ചു. അല്പം കഴിഞ്ഞ് വളരെ ശക്തിയുള്ള അവൻ്റെ കഴുത്തുകൊണ്ട് ഒരു പന്നിക്കൂട് തകർത്തു. കാരണം അത്യാഗ്രഹിയായ ആ പന്നി മറ്റു മൃഗങ്ങൾ പട്ടിണിയാകത്തക്ക വിധത്തിൽ ഭക്ഷണം മുഴുവൻ കൈവശമാക്കി വെച്ചിരുന്നു. ഒരു ചെറുകാട് അവൻ പൊളിച്ചു. കാരണം 2 കുരങ്ങന്മാർ അവിഹിതമായ അവരുടെ ലൈംഗിക വേഴ്ചകൾക്ക് ആ കാട് തിരഞ്ഞെടുത്തിരുന്നു. ഈ രാജാവ് കുറെ കൂടുതൽ ശക്തനായി തീർന്നിരിക്കുന്നു. അവൻ ശരിക്കും ഭരണം നടത്താനാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ജ്ഞാനമുള്ള മൃഗങ്ങളുമായി ജീവിക്കണമെന്ന് ഞാൻ ആവശ്യപ്പെടുന്നു. അത് നമ്മൾക്കിഷ്ടമല്ല. അവനെ സിംഹാസനത്തിൽ നിന്ന് താഴെയിറക്കണം, അവർ തീരുമാനിച്ചു. എന്നാൽ കുബുദ്ധിയായ ഒരു കുരങ്ങൻ പറഞ്ഞു, ഒരു നീതിയായ കാരണത്തിൻ്റെ മറവിൽ വേണം അത് ചെയ്യാൻ, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ കുറ്റക്കാരാകും. ദൈവത്തിന് ഇഷ്ടപ്പെടാത്തവരായി തീരുകയും ചെയ്യും. അതുകൊണ്ട് ആട്ടുകൊറ്റനായി തീർന്ന കുഞ്ഞാടിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും നിരീക്ഷിക്കാം. അങ്ങനെ നമ്മുടെ കുറ്റാരോപണം നീതിയുള്ളതായി കാണപ്പെടും. ഞാൻ അത് നോക്കിക്കൊള്ളാം, പാമ്പ് പറഞ്ഞു. ഞാനുമെന്ന് കുരങ്ങൻ. അതുകൊണ്ട് ആട് കാഴ്ചയിൽ നിന്നും മാഞ്ഞു പോകാത്ത വിധം പാമ്പ് പുല്ലിൽ കൂടി ഇഴയുകയും കുരങ്ങ് മുകളിൽ നിന്നെല്ലാം കാണുന്നതിനെ മരത്തിൽ കയറിയിരിക്കുകയും ചെയ്തു. എല്ലാ സായാഹ്നത്തിലും ആട് അതിൻ്റെ കൃത്യനിർവഹണത്തിൽ നിന്നുള്ള ക്ഷീണം തീർക്കുന്നതിനും പിറ്റേ ദിവസം എടുക്കുവാനുള്ള നടപടികളെപ്പറ്റി ആലോചിക്കാനും എതിർപ്പുകൾ അവസാനിപ്പിച്ച് പ്രജകളുടെ പാപകരമായ നടപടികളെ അതിജീവിക്കുന്നതിന് എന്ത് ചെയ്യണമെന്ന് ആലോചിക്കാനുമായി വിശ്രമിച്ചിരുന്നു. ആ അവസരത്തിൽ അവരോട് വളരെ വിശ്വസ്തരായവരൊഴികെ മറ്റെല്ലാ മൃഗങ്ങളും ആ 2 ചാരന്മാരുടെ വാക്കു ശ്രവിക്കുന്നതിനായി ഒരുമിച്ചുകൂടി. കാരണം അവരും അങ്ങനെയുള്ളവരായി തീർന്നു. എന്നാൽ അതെല്ലാം ഒളിവിലാണ് നടത്തിയത്. എല്ലാവരുടെയും മുമ്പിൽ വെച്ച് പാമ്പ് അവൻ്റെ രാജാവായി ആടിനോട് പറയും, ഞാൻ നിന്നെ അനുഗമിക്കാം, കാരണം ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ആരെങ്കിലും നിന്നെ ആക്രമിക്കുന്നത് കണ്ടാൽ എനിക്ക് നിന്നെ രക്ഷിക്കണം. കുരങ്ങ് പറയും, നിന്നെ എത്രമാത്രം ഞാൻ ആദരിക്കുന്നു. എനിക്ക് നിന്നെ സഹായിക്കാൻ ആഗ്രഹമുണ്ട്. നോക്കൂ, ആ പുൽത്തകടിക്കപ്പുറം ആരെങ്കിലും പാപം ചെയ്താൽ ഇവിടെ നിന്ന് എനിക്ക് കാണുവാൻ കഴിയും. അപ്പോൾ ഞാൻ നിന്നോട് പറയും, നോക്കൂ, ഒരാൾ പാപം ചെയ്യുന്നു, അങ്ങോട്ട് ഓടിച്ചെല്ലു. അതിനുശേഷം കൂട്ടുകാരോട് ഒളിവിൽ പറയും, ഇന്നും അവൻ പാപികളുടെ വിരുന്നിൽ പങ്കെടുത്തു. അവരെ മാനസാന്തരപ്പെടുത്താനെന്ന നാട്യത്തിലാണ് പോയത്. എന്നാൽ വാസ്തവമായും അവരുടെ മധുരോത്സവത്തിൽ അവനൊരു പങ്കാളിയാണ്. അവൻ കൂട്ടുകാരുടെ നിലയിൽ പോലും വിട്ട ചിത്രശലഭങ്ങളുടെയും നീലവണ്ടിൻ്റെയും വഴുവഴുപ്പുള്ള ഒച്ചിൻ്റെയും പക്കൽ പോയി. അവൻ വിശ്വസ്തനല്ല, ശുദ്ധിയില്ലാത്ത വിദേശികളുമായി സംസർഗം ചെയ്യുന്നുണ്ട്, പാമ്പ് പറയുന്നു. അങ്ങനെയാണ് നിഷ്കളങ്കനായ ആടിൻ്റെ പിമ്പിൽ നിന്നും അവൻ പറഞ്ഞത്. അതൊന്നും അവൻ അറിയുന്നില്ലെന്ന് അവൻ വിചാരിച്ചു. എന്നാൽ തൻ്റെ ദൗത്യത്തിനായി അവനെ രൂപപ്പെടുത്തിയ ദൈവത്തിൻ്റെ അരൂപി പ്രജകളുടെ ഗൂഢാലോചന അവന് വെളിപ്പെടുത്തി. അവരെയെല്ലാം ശപിച്ചുകൊണ്ട് ആടിന് അവിടെ നിന്നും പലായനം ചെയ്യാമായിരുന്നു. എന്നാൽ കാരുണ്യവും എളിമയുമുള്ള അവൻ സ്നേഹത്തിൻ്റെ തികവായതിനാൽ അവരെ സ്നേഹിച്ചു. സ്നേഹിക്കുക എന്നതായിരുന്നു അവൻ്റെ ഏറ്റവും വലിയ തെറ്റ്. ദൈവഹിതം നിറവേറ്റുന്നതിനായി ജീവൻ പോലും പണയപ്പെടുത്തി സ്നേഹിച്ചുകൊണ്ടും ക്ഷമിച്ചുകൊണ്ടും അവൻ്റെ ദൗത്യത്തിൽ ഉറച്ചു നിന്നു. ഓ, മനുഷ്യനെ സംബന്ധിച്ച് എത്ര വലിയ തെറ്റാണിത്! ക്ഷമിക്കാൻ പാടില്ലാത്ത തെറ്റ്, ശിക്ഷക്കർഹമായ തെറ്റ്. അവൻ്റെ അടിമത്തത്തിൽ നിന്ന് നമ്മെ മോചിപ്പിക്കാനായി അവൻ കൊല്ലപ്പെടട്ടെ. അവനെ കൊല്ലുന്ന കാര്യവും പാമ്പേറ്റു. പാമ്പ് എപ്പോഴും വഞ്ചകനാണ്. ഇതാണ് മറ്റേ കഥ. നസ്രസിലെ ജനങ്ങളെ, നിങ്ങളിത് മനസ്സിലാക്കണം.
ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ട് ഞാൻ പറയുന്നു, എന്നോട് എതിർപ്പുള്ള ജനത എന്നതിൽ കവിഞ്ഞ് ഒട്ടും മുന്നോട്ട് പോകരുതേ. ഒരു കൊച്ചുകുട്ടിയായിരുന്നപ്പോൾ ഞാനിവിടെ വന്നു. നിങ്ങളെ സ്നേഹിച്ചുകൊണ്ട് നിങ്ങളാൽ സ്നേഹിക്കപ്പെട്ട് ഇവിടെ ഞാൻ വളർന്നു. ആ സ്നേഹം നിർബന്ധിക്കുന്നത് കൊണ്ട് ഞാൻ പറയുന്നു, ശത്രുതയിൽ കവിഞ്ഞ് ഒന്നും നിങ്ങൾ ചെയ്യരുതേ. അവൻ്റെ ഒറ്റുകാരനും അനീതിക്കാരായ വിധികർത്താക്കളും നസ്രത്തിൽ നിന്നുള്ള ആളുകളായിരുന്നു എന്ന് ചരിത്രം പറയാൻ ഇടയാകരുതേ. ദൈവം നിങ്ങളോടുകൂടെ. വിധിക്കുന്നതിൽ നീതി പാലിക്കുന്നവരും നിശ്ചയങ്ങളിൽ ഉറപ്പുള്ളവരും ആയിരിക്കുവിൻ. ആദ്യത്തെ നന്മ എൻ്റെ സഹപൗരന്മാരായ നിങ്ങൾ എല്ലാവരെയും ബാധിക്കുന്നതാണ്. രണ്ടാമത്തേത് നിങ്ങളുടെ ഇടയിൽ കാപട്യം നിറഞ്ഞ ചിന്തകളാൽ അസ്വസ്ഥരാകാതിരിക്കുന്നവരെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പോകുന്നു, സമാധാനം നിങ്ങളോട് കൂടെ. ഈശോ തലകുനിച്ച് ദുഃഖത്തോടെ സിനഗോഗിൽ നിന്നും പുറത്തേക്ക് പോകുന്നു. ആകെ വേദനിപ്പിക്കുന്ന നിശബ്ദത. ഈശോ പറഞ്ഞത് അംഗീകരിക്കുന്ന 2-3 സ്വരങ്ങൾ മാത്രം കേൾക്കാം. അപ്പസ്തോലന്മാർ ഈശോയെ അനുഗമിക്കുന്നു. അൽഫേസിൻ്റെ പുത്രന്മാരാണ് ഏറ്റവും പിന്നിൽ. അവരുടെ കണ്ണുകൾ കുഞ്ഞാടിൻ്റെ ശാന്തമായ കണ്ണുകൾ പോലെയല്ല ഇപ്പോൾ കാണപ്പെടുന്നത്. എതിർപ്പ് കാട്ടുന്ന ആ ജനത്തെ അവർ തുറച്ചു നോക്കി. യൂദ തദേവുസ് അവൻ്റെ സഹോദരൻ സൈമണിൻ്റെ വിലങ്ങടിച്ചു നിന്ന് പറയുന്നു, എൻ്റെ സഹോദരൻ കുറെ കൂടി സത്യസന്ധനാണെന്നും ഉറപ്പുള്ള സ്വഭാവക്കാരനാണെന്നുമാണ് ഞാൻ വിചാരിക്കുന്നത്. സൈമൺ തലകുനിച്ച് മൗനമായി നിൽക്കുന്നു. എന്നാൽ മറ്റേ സഹോദരൻ അതിശയത്തോടെ പറയുന്നു, നിന്റെ മൂത്ത സഹോദരൻ്റെ വികാരങ്ങളെ മുറിപ്പെടുത്തുന്നത് നീ ലജ്ജിക്കേണ്ടതാണ്. മറ്റുള്ള ആളുകൾ അവനെ പിന്താങ്ങുന്നുണ്ട്. ഇല്ല, എനിക്ക് നിങ്ങളെ പറ്റിയാണ് ലജ്ജ. നിങ്ങളെല്ലാവരെയും കുറിച്ച്. നസ്രസ് രണ്ടാനമ്മയല്ല, പക്ഷേ രക്ഷകനെ സംബന്ധിച്ച് അവൾ വഴിപിഴച്ചൊരു രണ്ടാനമ്മ തന്നെ. എൻ്റെ പ്രവചനം ശ്രവിക്കുക. ഒരു ജലധാര സൃഷ്ടിക്കാൻ മതിയാവോളം കണ്ണീർ നിങ്ങൾ പൊഴിക്കും. എന്നാൽ ചരിത്രത്തിൻ്റെ താളുകളിൽ നിന്ന് ഈ പട്ടണത്തിൻ്റെ യഥാർത്ഥ നാമവും നിങ്ങളുടെ നാമവും കഴുകി മാറ്റുന്നതിന് ഉപകരിക്കുകയില്ല. ആ പേരെന്തെന്ന് നിങ്ങൾക്കറിയാമോ? വിഡ്ഢിത്തം. വന്ദനം, ദൈവം നിങ്ങളോട് കൂടെ. ജെയിംസിൻ്റെ അഭിവാദനം കൂടുതൽ സൗമ്യമായിരുന്നു. ജ്ഞാനത്തിൻ്റെ പ്രകാശം അവർക്കുണ്ടാകട്ടെ എന്ന് അവൻ ആശംസിച്ചു. സാറയുടെ ഭർത്താവ് അൽഫേസും 2 ചെറുപ്പക്കാരുമൊത്ത് അവർ പുറത്തേക്ക് പോകുന്നു. എനിക്ക് തോന്നുന്നു കൂസായുടെ ഭാര്യ യോവന്ന മരിക്കാറായ അവസരത്തിൽ അവളുടെ അടുത്തേക്ക് പോകുവാൻ വിളിപ്പിച്ച കഴുതകളെ നയിച്ച കഴുതക്കാരന്മാരാണ് അവർ എന്ന് എനിക്ക് തെറ്റിയിട്ടില്ല എന്ന് വിചാരിക്കുന്നു. മൂകരായി നിന്നിരുന്ന ജനം പിറുപിറുത്തു. എന്നാൽ അവന് ഈ ജ്ഞാനമെല്ലാം എങ്ങനെ ലഭിച്ചു? അത്ഭുതം ചെയ്യാനുള്ള അവൻ്റെ കഴിവ് എത്ര അപാരം! കാരണം അവൻ യഥാർത്ഥത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നു. പാലസ്തീന മുഴുവൻ അതേക്കുറിച്ച് സംസാരമുണ്ട്. തച്ചനായ ജോസഫിൻ്റെ പുത്രനല്ലേ അവൻ? നസ്രസിലെ ആശാരിയുടെ പണിപ്പുരയിൽ അവനെ നമ്മൾ കണ്ടിട്ടുണ്ട്. മേശയും കട്ടിലും മറ്റും അവർ പണിതിരുന്നു. വണ്ടിച്ചക്രവും പൂട്ടുകളും അവൻ നന്നാക്കിയിട്ടുണ്ട്. അവൻ സ്കൂളിൽ പോയിട്ട് പോലുമില്ല. അവൻ്റെ അമ്മ മാത്രമാണ് അവൻ്റെ അധ്യാപിക. നമ്മുടെ അപ്പനും വിമർശിച്ചിരുന്ന ഒരു ഡർച്ച, അൽഫേസിൻ്റെ മകൻ ജോസഫ് പറയുന്നു. എന്നാൽ നിന്റെ സഹോദരന്മാരും പഠനം പൂർത്തിയാക്കിയത് ജോസഫിൻ്റെ ഭാര്യ മേരിയുടെ പക്കലാണ്. എൻ്റെ അപ്പൻ മേരിയോട് വളരെ മയത്തിലാണ് വർത്തിച്ചത്. അങ്ങനെയെങ്കിൽ നിന്റെ പേരപ്പനും അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ വർത്തിച്ചത്. എന്നാൽ അവൻ നേരായിട്ടും തച്ചൻ്റെ മകൻ തന്നെയാണോ? നിനക്ക് കാണാൻ വയ്യേ? ഓ, അനേകം പേരുണ്ട് കാഴ്ചക്ക് ഒരുപോലെയുള്ളവർ. ഞാനാകുന്നു എന്ന് പറയുന്നവനാണ് അവനെന്ന് ഞാൻ കരുതുന്നു. എന്നാൽ അവൻ ഇപ്പോഴില്ല. നസ്രസിലെ ഈശോ പിന്നെ എവിടെയാ? അവൻ്റെ അമ്മ അവനെ തിരിച്ചറിയില്ലെന്നാണോ നീ വിചാരിക്കുന്നത്? അവൻ്റെ സഹോദരന്മാരും സഹോദരിമാരും ഇവിടെയുണ്ട്. അവരെല്ലാം പറയുന്നുണ്ട് അവൻ അവരുടെ ബന്ധുവാണെന്ന്. നിങ്ങളൊന്ന് പറഞ്ഞേ, അത് ശരിയാണോ? അൽഫേസിന് 2 പുത്രന്മാരും തലകുലുക്കി സമ്മതം നൽകുന്നു. എന്നാൽ കൊള്ളാം. ഒന്നെങ്കിൽ അവന് ഭ്രാന്ത്, അല്ലെങ്കിൽ പിശാച് ബാധ. കാരണം തച്ചൻ്റെ പണിയെടുക്കുന്ന ഒരുവനിൽ നിന്ന് ഇതുപോലെയുള്ള വാക്കുകൾ ഒരിക്കലും വരികയില്ല. നമ്മൾ അവനെ ശ്രവിക്കരുത്. അവൻ പറയുന്ന തത്വം ഒന്നുകിൽ ബുദ്ധിഭ്രമം, അല്ലെങ്കിൽ പൈശാചികം. ഒരു മനുഷ്യനോട് സംസാരിച്ചു കൊണ്ടിരുന്ന അൽഫേസിനെ സാറയുടെ ഭർത്താവ് പ്രതീക്ഷിച്ച് ഈശോ മൈതാനത്ത് നിൽക്കുന്നു. അപ്പോൾ സിനഗോഗിൻ്റെ വാതിൽക്കൽ കഴുതയെ തെളിയിക്കുന്ന ഒരുവൻ ചെന്ന് സിനഗോഗിൽ പറഞ്ഞ അപവാദങ്ങൾ ഈശോയെ അറിയിക്കുന്നു. അതിൽ നീ ദുഃഖിക്കേണ്ട. ഒരു പാവം പ്രവാചകൻ സാധാരണ അവൻ്റെ നാട്ടിലോ വീട്ടിലോ ബഹുമാനിക്കപ്പെടുന്നില്ല. ഒരു പ്രവാചകനായിരിക്കണമെങ്കിൽ ഒരുവൻ ഈ ലോകത്തിനു വെളിയിൽ നിന്നും വന്നവനായിരിക്കണം എന്നുവരെ ചിന്തിക്കുന്ന മനുഷ്യരുടെ ഭോഷത്വം
എത്രയധികം. തങ്ങളുടെ സഹപൗരൻ്റെ അഥവാ ബന്ധുവിൻ്റെ മനുഷ്യ സ്വഭാവം മറ്റെല്ലാവരെക്കാളധികം അറിയുകയും ഓർമ്മിക്കുകയും ചെയ്യുന്നത് അയാളുടെ നാട്ടുകാരും വീട്ടുകാരുമാണ്. എന്നാൽ സത്യം എന്നും വിജയിക്കും. നിങ്ങളോട് ഞാൻ യാത്ര പറയുന്നു. സമാധാനം നിങ്ങളോടുകൂടെ. ഗുരുവേ, എൻ്റെ അമ്മയെ സുഖപ്പെടുത്തിയതിന് നിനക്ക് ഞാൻ നന്ദി പറയുന്നു. നിനക്കതിന് അർഹതയുണ്ട്. കാരണം എന്നെ നീ വിശ്വസിച്ചു. ഇവിടെയുള്ള എൻ്റെ ജനത്തിന് എന്നെ വിശ്വാസമില്ല. അതിനാൽ അവർക്കൊരു പ്രതികരണവുമില്ല. എൻ്റെ സ്നേഹിതരെ, വരൂ, നമുക്ക് പോകാം. നാളെ പുലർച്ചെയോടെ ഇവിടെ നിന്ന് പുറപ്പെടാം.